സാർ, സംസ്ഥാനത്തുടനീളം ഏകദേശം 2023 പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചു. മൊത്തം ഉപയോക്താക്കളുടെ എണ്ണം 2018-19 38 ലക്ഷത്തിൽ നിന്നും 2024-25 60 ലക്ഷത്തിലധികമായി വർദ്ധിച്ചു. ഈ കാലയളവിൽ ഉപയോഗം 553 TB നിന്നും ഏകദേശം 2354 TB ആയി വർദ്ധിച്ചു. കേരളത്തിൽ ഇൻ്റർനെറ്റ് കണക്റ്റിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് കെ-ഫോൺ. 2025 ഓഗസ്റ്റ് 31 കണക്കനുസരിച്ച് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് 1,13,525 സജീവ കണക്ഷനുകളുണ്ട്. സാർ, ഇതിൽ വിവിധ മേഖലയിൽ വാണിജ്യ കണക്ഷൻ, BPL കണക്ഷൻ, SME കണക്ഷൻ എന്നിവ വിവിധ മേഖലയുണ്ട്. ഓഫീസ് കണക്ഷനുകളും 23,163 ഉണ്ട്. പബ്ലിക് വൈഫൈ പദ്ധതിക്കായി 15 കോടി വകയിരുത്തുന്നു. കെ-ഫോണിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 112.44 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ട്രൈബൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നു. ഇതിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് IT മിഷന് 141.28 കോടി രൂപ വകയിരുത്തുന്നു. ഡാറ്റാ സെൻറ്ററുകൾക്ക് 47 കോടി. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് 14.5 കോടി. ഡിജിറ്റൽ രംഗത്ത് പുതിയ നയങ്ങളുടെയും സ്ട്രാറ്റജി മിഷനുകൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 22 കോടി വകയിരുത്തുന്നു. അക്ഷയ പദ്ധതിക്ക് 3.95 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രാഫീൻ്റെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 86.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന വിഹിതമായി 6.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള അക്കാഡമിക് കൊളാബറേഷൻ സ്കോളർഷിപ്പിനുമായി 2 കോടി രൂപ മാറ്റിവെക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് 27.81 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഡിജിറ്റൽ സർവകലാശാലയും സെക്ഷൻ 8 കമ്പനിയായ ഇന്ത്യൻ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെൻറ്ററും സംയുക്തമായി 94.85 കോടി മുടക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് ഗ്രഫീൻ അറോറ. പദ്ധതിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന വിഹിതമായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIITMK പ്രവർത്തനങ്ങൾക്കായി 16.95 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ഓപ്പൺ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങൾക്കായി 8.45 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITL പ്രവർത്തനത്തിന് 15.27 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കൊച്ചി ടെക്നോളജി ഇന്നോവേഷൻ സോണിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 20 കോടി രൂപ നീക്കിവെക്കുന്നു. യുവജന സംരംഭകത്വ വികസന പരിപാടി സ്കെയിലപ്പ് പരിപാടിക്കായിട്ട് 70.52 കോടി രൂപ വകയിരുത്തുന്നു. CDT പ്രവർത്തനങ്ങൾക്കായിട്ട് 8.13 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേരള സംസ്ഥാനം പുതിയ AVGC-XR നയം പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ IT നയവും ഉടൻ പുറത്തിറക്കും. IT മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങളുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള AI മിഷൻ, സെമികോൺ കേരള, എമർജിംഗ് ടെക്നോളജീസ് മിഷൻ, ഫ്യൂച്ചർ കോർപ്പറേഷൻ എന്നീ 4 പുതിയ മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കും. IT സാങ്കേതികവിദ്യകളുടെ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സേഫ് ടെക് എന്ന പേരിലൊരു പുതിയ പദ്ധതി ആരംഭിക്കും. പുതിയ IT നയത്തിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ഇവയ്ക്കായി 22 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി 99.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 3 പുതിയ പദ്ധതികളും വരുന്നു. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ കൂടുതൽ പ്രാപ്തമാക്കുന്നതിന് കേരള സർക്കാരിൻ്റെ ഒരു മുൻനിര പദ്ധതിയായ ഫണ്ട് ഓഫ് ഫണ്ട് പ്ലാൻ വിഹിതമായ 3 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, സംരംഭകത്വം, മെൻറ്റർഷിപ്പ്, കൺസൾട്ടിംഗ് എന്നീ റോളുകളിലൂടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ മുതിർന്ന പൗരന്മാരെ സജീവ സംരംഭകരാക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നൂതന പദ്ധതിയായ ന്യൂ ഇന്നിങ്സ് എന്ന പദ്ധതിക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചിയിൽ ഒരു കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. ബഹിരാകാശ ശാസ്ത്രം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന K-സ്പേസിന് 57.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേസുമായി സഹകരിച്ച് ഒരു ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനമായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള 5 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ITIകളിലെയും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാധിഷ്ഠിത സൗകര്യങ്ങൾ ഒരുക്കുന്ന സംരംഭമാണ് സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള. ഇത് പ്രവർത്തന സജ്ജമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിനായി 98.08 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 1182.43 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 228 കോടി രൂപയും ഉൾനാടൻ ജലഗതാഗതത്തിന് 138.14 കോടിയും മറ്റ് ഗതാഗത സേവനങ്ങൾ 224.78 കോടി രൂപയും ഉൾപ്പെടെ 1871.53 കോടി രൂപ വകയിരുത്തുന്നു. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നീണ്ടകര കൊടുങ്ങല്ലൂർ ക്യാമ്പസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 5.5 കോടി രൂപ.
അഴീക്കലിൽ ഗ്രീൻഫീൽഡ് പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തേക്ക് 6.96 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറന്നിട്ടിരിക്കുന്ന മികച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും കേരളത്തിലെ നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിനായി നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനായി 65 കോടി രൂപ വകയിരുത്തുന്നു. സർ, പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന പാതകളുടെ നവീകരണത്തിൻ്റെ ഭാഗമായി 898 കിലോമീറ്റർ റോഡുകൾ 4 വരിയായും 3193 കിലോമീറ്റർ റോഡുകൾ ഇരുവരി പാതയായും നവീകരിച്ചു. പ്രധാന ജില്ലാ റോഡുകളുടെ കാര്യമെടുത്താൽ 52 കിലോമീറ്റർ 4 വരി പാതയായും 10,593 കിലോമീറ്റർ ഇരുവരി പാതയായും വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും പാലങ്ങളും എന്ന മേഖലയ്ക്ക് 1182.43 കോടി രൂപ വരുന്നു. ഇതിൽ റോഡുകളും പാലങ്ങളും വിഭാഗത്തിനുള്ള വിഹിതം 1091 കോടി രൂപയും ദേശീയപാത വിഭാഗത്തിന് 91.28 കോടി രൂപയുമാണ്. സർ, പ്രധാന ജില്ലാ റോഡുകളെ MDR മികവുറ്റ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി റോഡുകളെ ഡിസൈൻ ചെയ്യുന്നതിനും ഓവർലേ ചെയ്യുന്നതിനും 300.50 കോടി വിലയിരുത്തിയിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കേണ്ടതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് വിഹിതം 15 കോടി രൂപയിൽ നിന്നും 23.37 കോടി രൂപയാക്കി. കേരളത്തിലെ റെയിൽ സുരക്ഷ ലക്ഷ്യമാക്കി റെയിൽ മേൽപ്പാലങ്ങളുടെയും അടിപ്പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുൻവർഷം 16 കോടി രൂപ ഉയരത്തിൽ നിന്നും 25 കോടി രൂപയായി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ധർമ്മടം ജില്ലയിലെ ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ ഉയർത്തുന്നു. കാലപ്പഴക്കം ചെന്ന പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 46.46 കോടി രൂപ. പട്ടികവർഗ ഉന്നതികളിലേക്കുള്ള പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പാതകളിലെ ഓവർലേ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഡിസൈൻ പദ്ധതികൾക്കായിട്ട് 87 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾക്കായിട്ട് 165 കോടി രൂപ വകയിരുത്തുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ തീർത്ഥാടക റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. തലസ്ഥാന നഗര റോഡ് വികസന പദ്ധതിയിലെ PPP ആനുറ്റി മാതൃകയിൽ മറ്റ് നഗരങ്ങളിൽ നടപ്പിൽ വരുത്താൻ ലക്ഷ്യമിടുന്ന റോഡ് നിർമ്മാണത്തിനുള്ള ആനുറ്റി പേയ്മെൻറ്റുകൾക്കായി 58.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSTPയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊട്ടിയം കുണ്ടറ റോഡ്, വൈപ്പിൻ മുനമ്പർ റോഡ്, പൊൻകുന്നം തൊടുപുഴ, വട്ടവട ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ റോഡ്, കൊല്ലം ആയൂർ, കായംകുളം തിരുവല്ല KP റോഡ്, അടൂർ തൃക്കുന്നമ്പുഴ, തട്ടാരമ്പലം, പന്തളം കൈപ്പൊട്ടൂർ റോഡ്, പുനലൂർ കോന്നി റോഡ്, കോന്നി പ്ലാച്ചേരി റോഡ്, പ്ലാച്ചേരി പൊൻകുന്നം റോഡ്, സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ്, കഴക്കൂട്ടം അടൂർ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്, പൈനാവ് താന്നിക്കണ്ടം, അശോകകവല, അടൂർ ചെങ്ങന്നൂർ എന്നീ റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 21.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന പാതകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ പൂർത്തീകരണം, സംരക്ഷണ പ്രവർത്തനങ്ങൾ, ട്രാഫിക് സേഫ്റ്റി ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലായി 41 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡ് വായ്പാധനത്തിലൂടെ പാലങ്ങളും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് 95 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര റോഡ് ആക്ട് 2000 പ്രകാരം സംസ്ഥാന പാതകളുടെ നവീകരണത്തിനായി കേന്ദ്ര റോഡ് ഫണ്ട് വിഹിതമായി 62 കോടി രൂപ വകയിരുത്തുന്നു. സർ, കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി 20 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. കട്ടപ്പന തേനി തുരങ്കപാത. റോഡ് ഗതാഗതം 2026-27 സാമ്പത്തിക വർഷത്തിലെ ഈ മേഖലയ്ക്കുള്ള വിഹിതം മുൻവർഷത്തെ 194.84 കോടിയിൽ നിന്നും 222.1 കോടിയായി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ KSRTCക്ക് 185.72 കോടി രൂപയും മോട്ടോർ വാഹന വകുപ്പിന് 38.38 കോടി രൂപയും തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ കോളേജിന് 4 കോടി രൂപ ഉൾപ്പെടുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.